ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അനു. ഞാനൊരു ഹിപ്നോട്ടിക് കൗൺസിലർ വെൽനസ് കോച്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണനെയും വികർണനെയും കുറിച്ചാണ്. കർണൻ സൂര്യപുത്രനായി ജനിച്ച് സൂതപുത്രനായി വളരേണ്ടി വന്ന ഹതഭാഗ്യനായ കുന്തിപുത്രൻ. പഞ്ചപാണ്ഡവരിലെ മൂത്തവനായിരുന്നിട്ട് പോലും അർഹിക്കുന്ന സ്നേഹമോ ബഹുമാനമോ അംഗീകാരമോ കിട്ടാതെ പോയ ഹതഭാഗ്യനായ പോരാളി. ജനിക്കുന്നതേ കവചകുണ്ടലങ്ങളോടുകൂടി. കർണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചെവിയിൽ നിന്ന് ജനിച്ചവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് അതുപോലെ വിശ്വസിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഗുഡ് ബോയ് ഓർ ഗുഡ് ഗേൾ എന്ന നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മിൽ പലരും. ഈ ഗണത്തിൽപ്പെടുന്നവരെല്ലാം കർണനായിട്ട് കണക്കാക്കാം. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, നല്ല വാക്കുകൾ മാത്രമല്ല, മറ്റുള്ളവരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകൾ, അപമാനങ്ങൾ, ഇതെല്ലാം കർണനെ തളർത്തുന്നുണ്ട്. മഹാഭാരതത്തിൽ പലയിടത്തും കാണാം, അപമാനിക്കപ്പെടുമ്പോൾ കോപം കൊണ്ട് വിറച്ച് ഒന്നും ചെയ്യാനാവാതെ തളർന്നു പോകുന്ന കർണനെ, അല്ലേ? ഇനി ഇതിന് വിപരീതമായൊരു കഥാപാത്രം കൂടി മഹാഭാരതത്തിലുണ്ട്. അതാണ് വികർണൻ. കർണന്റെ കൗണ്ടർപാർട്ടായ വികർണനെ പരിചയപ്പെടാം. ധൃതരാഷ്ട്രർക്ക് ദാസിയിലുണ്ടായ കൗരവൻ വികർണൻ. ചെവിയിൽ നിന്നുണ്ടായവൻ തന്നെയാണെങ്കിലും വിവേകപൂർവ്വം മാത്രം കേൾക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് വേണ്ടതിനെ ഉൾക്കൊള്ളാനും വേണ്ടാത്തതിനെ പുറന്തള്ളാനും കഴിവുള്ളവനാണ് വികർണൻ. നെല്ലും ബദരും തിരിച്ചറിയാനുള്ള അപാരമായ ധാരണാശക്തിയുള്ളവനാണ് വികർണൻ. നിറഞ്ഞ കൗരവ സഭയിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപം അരങ്ങേറുമ്പോൾ ഇതിനെതിരെ പ്രതികരിച്ച ഒരേ ഒരു യോദ്ധാവ് വികർണനാണ്. വേണ്ട കാര്യങ്ങളെ മാത്രം ഫിൽറ്റർ ചെയ്തെടുത്ത് സ്വാംശീകരിച്ച് ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും പാതയിലൂടെ നടക്കാനുള്ള വിവേകപൂർവമായ യുക്തിസഹജമായ കഴിവുള്ളവരെല്ലാം തന്നെ വികർണന്മാരാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങൾക്ക് കർണനാകണോ വികർണനാകണോ? കമന്റ് ചെയ്യൂ. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.